ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ കഥയുടെ പേര് ഫണ്ണി ടാക്സി. അപ്പോൾ നമുക്ക് കഥയിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം. അപ്പം നമ്മുടെ കഥ തുടങ്ങാം. ഫസ്റ്റ് പോയിന്റ്, വിനു പെട്ടെന്നൊരു ടാക്സിയിൽ കയറുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? പെട്ടെന്ന്. നമുക്ക് ഇവിടെ സഡൻലി എന്ന് എഴുതാം. അപ്പം ഒരു ടാക്സി, എ ടാക്സി കയറുന്നു. നമുക്ക് എഴുതാം ഗെറ്റ്സ് ഇൻ ടു എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് പല രീതികളിൽ എഴുതാം. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ഇവിടെ എഴുതാൻ പോണത്. അപ്പോൾ ഞാൻ എല്ലാം കൂടെ പറഞ്ഞ് കൺഫ്യൂസ് ആക്കുന്നില്ല. അപ്പം ഇത് നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കാം. വിനു പെട്ടെന്നൊരു ടാക്സിയിൽ കയറുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? വിനു. അപ്പം പെട്ടെന്ന് എന്നുള്ളത് ഞാൻ ഇവിടെ എന്താ എഴുതാൻ പോണേ? സഡൻലി. നമുക്ക് ക്വിക്ക്ലി എന്ന് എഴുതാം. ഇവിടെ ഞാൻ സഡൻലി എന്നാണ് എഴുതുന്നത്. വിനു സഡൻലി ടാക്സിയിൽ കയറുന്നു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഗെറ്റ്സ് ഇൻ ടു എ, ഒരു ടാക്സി. അപ്പം എ ടാക്സി. അപ്പം ഇവിടെ നമ്മൾ എ യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. എ ടാക്സി. വിനു സഡൻലി ഗെറ്റ്സ് ഇൻ ടു എ ടാക്സി. അപ്പം ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് നേരത്തെ ക്ലാസ്സിൽ. അപ്പം ജസ്റ്റ് ഞാൻ ഇവിടെ എഴുതാം. ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ വിനു ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ വെർബ് എന്തായിരിക്കും? വെർബ് എന്ന് പറയുന്നതാണ് ഗെറ്റ്സ് ഇൻ ടു ആണ് വെർബ്. അപ്പം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസിൽ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്തുകൊണ്ടാണ് വിനു സഡൻലി ഗെറ്റ് ഇൻ ടു എ ടാക്സി എന്ന് എഴുതിയാൽ പോരെ, എന്തിനാ ഗെറ്റിൻ്റെ കൂടെ എസ് എഴുതിയെന്ന് ചിലർക്ക് ഡൗട്ട് കാണും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്, ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു സ്ട്രക്ചർ. അപ്പം അതിൻ്റെ സ്ട്രക്ചർ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. ഇവിടെ ഒന്നും കൂടെ വേണമെങ്കിൽ ഞാൻ എഴുതാം. സബ്ജക്റ്റ് പ്ലസ്, ഇപ്പോൾ ഇവിടെ എഴുതാൻ വേണ്ടി സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. അല്ലെങ്കിൽ ഓക്കെ, ഇവിടെ എഴുതാം സബ്ജക്റ്റ് പ്ലസ് വെർബ്. അപ്പം ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സ്ട്രക്ചറാണ് സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ്. ഇപ്പം നമുക്ക് സബ്ജക്റ്റ് നോക്കിയിട്ട് വെർബിൻ്റെ കൂടെ എസ് ഓർ ഇ എസ് നമുക്ക് ആഡ് ചെയ്യാം. ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൻ്റെ സ്ട്രക്ചറാണ് ഞാൻ പറയുന്നത്. അപ്പം സബ്ജക്റ്റാണ് നമ്മൾ മെയിൻലി ഇവിടെ നോക്കണേ. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്താ? വിനു. വിനു എന്ന് പറയുന്ന ഒറ്റ ഒരാളാണ്, ഒരു പേഴ്സണാണ്. അപ്പോൾ ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ അത് ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊരു സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിവിടെ, ഇപ്പോൾ ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നതായിരുന്നു ഗെറ്റ്. അപ്പോൾ ആ ഗെറ്റിൻ്റെ കൂടെ നമ്മൾ എസ് യൂസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു സബ്ജക്റ്റ് പ്ലസ് വെർബ് പ്ലസ് എസ് ഓർ ഇ എസ് യൂസ് ചെയ്തിട്ടും യൂസ് ചെയ്യാതെ നമുക്ക് എഴുതാം. അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കണേ ഈ സബ്ജക്റ്റിനെയാണ്. അപ്പം സബ്ജക്റ്റ് വിനുവിന് പകരം ഇപ്പം ദേ, അവർ, ഇപ്പം വി, നമ്മൾ എങ്ങനെ ആയിരുന്നെങ്കിൽ നമുക്ക് വെർബിൻ്റെ കൂടെ എസ് ഓർ എസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പം അത് എപ്പോഴും ഓർത്തിരിക്കും. ഒരു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സെൻറ്റൻസ് ഈ ഒരു സ്ട്രക്ചർ നമ്മൾ ഓർത്തിരിക്കും. അപ്പോൾ നമുക്കിനി നമുക്കൊന്നും കൂടെ ജസ്റ്റ് പറഞ്ഞു നോക്കാം. വിനു പെട്ടെന്നൊരു ടാക്സിയിൽ കയറുന്നു. വിനു സഡൻലി ഗെറ്റ്സ് ഇൻ ടു എ ടാക്സി. വിനു സഡൻലി ഗെറ്റ്സ് ഇൻ ടു എ ടാക്സി. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ടാക്സി ഡ്രൈവർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടത്? നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. ചിരിക്കുക ലാഫ്, അല്ലെങ്കിൽ നമുക്ക് സ്മൈൽ എന്ന് പറയാം. ചോദിച്ചു, ചോദിക്കുക എന്ന് വെച്ചാൽ ആസ്ക്. അപ്പം ആസ്കിനെ പാസ്റ്റ് ഫോമായിട്ട് എഴുതാം. ഇവിടെ നമുക്ക് നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടത്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ടാക്സി ഡ്രൈവർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടത്? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ദ ടാക്സി ഡ്രൈവർ. അപ്പം ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്നാണ്. അപ്പം ഈ ഒരു സെൻറ്റൻസ് കേട്ടപ്പോഴും മനസ്സിലാക്കണം ഒരു എന്താ കഴിഞ്ഞു പോയ കാര്യമാണ്, ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം ചോദിച്ചു, അപ്പം കഴിഞ്ഞു പോയ കാര്യമാണല്ലോ. അപ്പം ടാക്സി ഡ്രൈവർ, അപ്പം ചിരിക്കുക എന്ന് വെച്ചാൽ ലാഫ്, സ്മൈൽ എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം ഞാനിവിടെ സ്മൈൽ എന്നാണ് എഴുതുന്നത്. അപ്പം ദ ടാക്സി ഡ്രൈവർ, അപ്പം ഇവിടെ ചിരിക്കുക സ്മൈൽ, ചിരിച്ചു എന്നാണ്. അപ്പം നമ്മൾ സ്മൈലിനെ പാസ്റ്റ് ഫോം ആക്കാം, സ്മൈൽഡ്. ദ ടാക്സി ഡ്രൈവർ സ്മൈൽഡ് ആൻഡ്, ഇപ്പോൾ ചോദിക്കുക എന്ന് വെച്ചാൽ എന്താ? ആസ്ക്. അപ്പോൾ ഇവിടെ ചോദിച്ചു എന്നായതുകൊണ്ട് ആസ്കിനെയും പാസ്റ്റ് ഫോം ആക്കി എഴുതാം. ദ ടാക്സി ഡ്രൈവർ ആസ്ക്ഡ്. അപ്പം ഞാൻ ആസ്കിനെ ആസ്ക്ഡ് ആക്കി, പാസ്റ്റ് ഫോമിലോട്ടാക്കി. അപ്പം എന്താ ചെയ്തത്? ദ ടാക്സി ഡ്രൈവർ സ്മൈൽഡ് ആൻഡ് ആസ്ക്ഡ്. നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടത്? നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടത്? നമുക്കൊരു കോമ ഇട്ടിട്ട് എഴുതാം. വേർ ഡു യു, ജസ്റ്റ് നിങ്ങൾക്ക് കാണുന്ന രീതിയിൽ വെക്കാം. വേർ ഡു യു വാണ്ട് ടു ഗോ? നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടത്? അപ്പം വേർ ഡു യു വാണ്ട് ടു ഗോ? അപ്പം എങ്ങനെ നമുക്ക് ഒന്നിച്ചൊന്നും കൂടെ പറയാം.
The taxi driver smiled and asked, "Where do you want to go?" ടാക്സി ഡ്രൈവർ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടത്? അപ്പം ഈ ഒരു സെൻറ്റൻസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇതൊരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം ചോദിച്ചു, പിന്നെന്താ, ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അപ്പം അത് ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യമാണ്. നമുക്ക് ഈ ഒരു സെൻറ്റൻസ് കേട്ടപ്പോഴേ നമുക്ക് മനസ്സിലായി. അപ്പം ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. നമ്മൾ എങ്ങനെ എഴുതിയത്, ഇവിടെ ചേഞ്ച് വരുത്തിയിരിക്കുക, സ്മൈലിന് നമ്മൾ ചേഞ്ച് വരുത്തി പാസ്റ്റ് ഫോമിലോട്ടാക്കി, സ്മൈൽഡ്. ആസ്കിനെയും നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കിയാണ് എഴുതിയത്. നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, വിനു ടാക്സി ഡ്രൈവറോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളിടത്ത് എന്നെ ഇറക്കിക്കോളൂ. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അപ്പം പറയുക എന്ന് വെച്ചാൽ സേ. അപ്പം ഇവിടെ പറഞ്ഞു എന്നായിട്ട് നമുക്ക് സേയുടെ പാസ്റ്റ് ഫോം എഴുതാം. എന്താ പറഞ്ഞത്? നിനക്ക് ഇഷ്ടമുള്ളിടത്ത് എന്നെ ഇറക്കിക്കോളൂ. അപ്പം നമ്മൾ ഈ വണ്ടിയിൽ നിന്ന് ഇറക്കുന്നതിന് നമുക്ക് ഡ്രോപ്പ് മീ എന്ന് പറയാം. അപ്പം ഇവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്, ഇറക്കിക്കോളൂ. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷ് ഇടാൻ നോക്കാം. വിനു ടാക്സി ഡ്രൈവറോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളിടത്ത് എന്നെ ഇറക്കിക്കോളൂ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? വിനു, അപ്പം പറയുക എന്ന് വെച്ചാൽ എന്താ, സേ. അപ്പോൾ ഇവിടെ പറഞ്ഞു എന്നായതുകൊണ്ട് ഞാൻ സേയുടെ പാസ്റ്റ് ഫോം ആണ് എഴുതാൻ പോണത്. വിനു സെഡ് ടു ടാക്സി ഡ്രൈവർ. എന്താണ് എഴുതിയത്? എന്താണ് പറഞ്ഞത്? വിനു സെഡ് ടു ടാക്സി ഡ്രൈവർ, നിനക്ക് ഇഷ്ടമുള്ളത് തന്നെ ഇറക്കിക്കോളൂ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? അപ്പം എന്നെ വണ്ടിയിൽ നിന്ന് ഇറക്കുന്ന കാര്യത്തിൽ നമുക്ക് എന്താ പറയുക? ഡ്രോപ്പ് മീ എന്നെ എവിടെയെങ്കിലും, വേറെവർ, നിനക്ക് ഇഷ്ടമുള്ളിടത്ത്, അപ്പം അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്നുള്ളതിന് നമുക്ക് വേറെവർ എന്ന് എഴുതാം. അപ്പം വിനു സെഡ് ടു ടാക്സി ഡ്രൈവർ ഡ്രോപ്പ് മീ വേറെവർ യു ലൈക്ക്. നിനക്ക് ഇഷ്ടമുള്ളിടത്ത്, വേറെവർ യു ലൈക്ക്. അപ്പം നമുക്ക് എങ്ങനെ ഇത് എഴുതിയത്? അപ്പം ഇവിടെ ഞാനിത് ഓൾറെഡി പറഞ്ഞു, ഇവിടെ നമ്മൾ സേയുടെ പാസ്റ്റ് ഫോം ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്, സെഡ്. അപ്പോൾ വിനു സെഡ് ടു ടാക്സി ഡ്രൈവർ ഡ്രോപ്പ് മീ വേറെവർ യു ലൈക്ക്. അപ്പം നമുക്ക് ഒന്നിച്ച് നിങ്ങളുടെ പറയാം. വിനു ടാക്സി ഡ്രൈവറോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ളിടത്ത് എന്നെ ഇറക്കിക്കോളൂ. വിനു സെഡ് ടു ടാക്സി ഡ്രൈവർ ഡ്രോപ്പ് മീ വേറെവർ യു ലൈക്ക്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, ടാക്സി ഡ്രൈവർ അവനെ പാർക്കിൽ ഇറക്കി. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അപ്പോൾ ഇവിടെ ഇറക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാം ഡ്രോപ്പ്. അപ്പം ഇവിടെ ഇറക്കി എന്നാണ്. അപ്പം നമുക്ക് ഡ്രോപ്പിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ട് എഴുതാം. അപ്പം എങ്ങനെ എഴുതാം? ടാക്സി ഡ്രൈവർ അവനെ പാർക്കിൽ ഇറക്കി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ദ ടാക്സി ഡ്രൈവർ. അപ്പം എവിടെയാ ഇറക്കുക എന്ന് വെച്ചാൽ ഡ്രോപ്പ്. അപ്പോൾ ഇവിടെ ഇറക്കി എന്നായതുകൊണ്ട് ഞാൻ ഡ്രോപ്പിനെ പാസ്റ്റ് ഫോം ആക്കിയിട്ടാണ് എഴുതുന്നത്. ഡ്രോപ്ഡ്, DROPPED. അപ്പം ദ ടാക്സി ഡ്രൈവർ ഡ്രോപ്ഡ് ആരെയാണ്? അവനെ. അപ്പം അവനെ എന്നുള്ളത് നമുക്കിവിടെ ഹിം എഴുതാം. ദ ടാക്സി ഡ്രൈവർ ഡ്രോപ്ഡ് ഹിം എവിടെ? പാർക്കിൽ. അപ്പം നമുക്ക് എന്ത് എഴുതാം? അറ്റ് ദ പാർക്ക്. അപ്പം ദ ടാക്സി ഡ്രൈവർ ഡ്രോപ്ഡ് ഹിം അറ്റ് ദ പാർക്ക്. ടാക്സി ഡ്രൈവർ അവനെ പാർക്കിൽ ഇറക്കി. അപ്പം ഈ ഒരു സെൻറ്റൻസും ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം നമുക്കറിയാം, ഓൾറെഡി ഇറക്കി കഴിഞ്ഞ കാര്യമാണ്. അപ്പം ആ ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ടാണ് നമ്മളിവിടെ ആകെ ഈ ഒരു വേർഡിനാണ് നമ്മൾ ചേഞ്ച് വരുത്തിയിരിക്കുന്നത്. ഡ്രോപ്പിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി ഡ്രോപ്ഡ് ആക്കി. വേറെ ചേഞ്ചസ് ഒന്നും ഇവിടെ വരുത്തിയിട്ടില്ല. അപ്പം നമുക്ക് ഒന്നും കൂടെ ഒന്നിച്ച് പറയാം. ടാക്സി ഡ്രൈവർ അവനെ പാർക്കിൽ ഇറക്കി. ദ ടാക്സി ഡ്രൈവർ ഡ്രോപ്ഡ് ഹിം അറ്റ് ദ പാർക്ക്. നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൻ കുറേ നേരം പാർക്കിൽ ഒറ്റയ്ക്കിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. ഇവിടെ കുറേ നേരം എന്നുള്ളതിന് നമുക്ക് എങ്ങനെ എഴുതാം? ലോങ് ടൈം. അപ്പോൾ ഒറ്റയ്ക്ക്, എലോൺ. അപ്പം ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് വെച്ചാൽ എന്താ? സിറ്റ്. അപ്പം ഇരുന്നു എന്നാണ്, ഓൾറെഡി ഇരുന്ന് കഴിഞ്ഞ കാര്യമാണ്. അപ്പം ഈ ഒരു സെൻറ്റൻസ് ഇപ്പോൾ ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, നമുക്ക് മനസ്സിലായി. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അവൻ കുറേ നേരം പാർക്കിൽ ഒറ്റയ്ക്കിരുന്നു. അപ്പം നമുക്ക് എഴുതാം ഹീ. അപ്പം ഇരിക്കുക എന്ന് വെച്ചാൽ എന്താ? സിറ്റാണ്. അപ്പോൾ സിറ്റിനെ പാസ്റ്റ് ഫോം ആക്കി നമുക്ക് എഴുതാം. അപ്പോൾ സിറ്റിൻ്റെ പാസ്റ്റ് ഫോം ഞാൻ എന്താ എഴുതാൻ പോണേ? സാറ്റ്. ഹീ സാറ്റ്. ഒറ്റയ്ക്ക് എന്ന് വെച്ചാൽ എലോൺ. ഹീ സാറ്റ് എലോൺ. എവിടെയായിരുന്നത്? ഇൻ ദ പാർക്ക്. ഹീ സാറ്റ് എലോൺ ഇൻ ദ പാർക്ക്. കുറേ നേരം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഹി സാറ്റ് അലോൺ ഇൻ ദ പാർക്ക്
ഫോർ എ ലോങ് ടൈം, കുറേ നേരം. അപ്പം നമുക്ക് ഒന്നും കൂടെ പറയാം. ഹി സാറ്റ് എലോൺ ഇൻ ദ പാർക്ക് ഫോർ എ ലോങ് ടൈം. അപ്പം ഈ ഒരു സെൻറ്റൻസ് ഞാൻ എന്ത് ചേഞ്ചാണ് വരുത്തിയത്? ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, നമുക്ക് മനസ്സിലായി. അപ്പം ആകെ ഒരു ചേഞ്ചേ നമ്മൾ വരുത്തിയിട്ടുള്ളൂ. ഇവിടെ സാറ്റ്, ഈ സിറ്റ് എന്ന് പറയുന്ന ഒരു പ്രസൻറ്റ് ഫോമാണ്. അപ്പം സിറ്റ് എന്ന പ്രസൻറ്റ് ഫോമിനെ ഞാൻ കൺവേർട്ട് ചെയ്തു സാറ്റാക്കി. വേറെ ചേഞ്ചസ് ഒന്നും ഇവിടെ വരുത്തിയിട്ടില്ല. അപ്പം ഈ ഒരു സെൻറ്റൻസ് നമുക്ക് വായിക്കുമ്പോഴും മനസ്സിലാവും ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പം നമുക്ക് ഇതിൽ സബ്ജക്റ്റ് എന്താ? സബ്ജക്റ്റാണ് ഹി. അപ്പം ഇവിടെ നമ്മൾ മാറ്റിയത് എന്താ? സാറ്റ്. സിറ്റിനെ സാറ്റാക്കി. സിറ്റ് എന്ന പ്രസൻറ്റ് ഫോമിനെ സാറ്റ് എന്നൊരു പാസ്റ്റ് ടെൻസിലോട്ടാക്കി. അപ്പം നമുക്ക് ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. അവൻ കുറേ നേരം പാർക്കിൽ ഒറ്റയ്ക്കിരുന്നു. ഹി സാറ്റ് അലോൺ ഇൻ ദ പാർക്ക് ഫോർ എ ലോങ് ടൈം. ഹി സാറ്റ് അലോൺ ഇൻ ദ പാർക്ക് ഫോർ എ ലോങ് ടൈം. നമുക്കിനി നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, വൈകുന്നേരമായപ്പോഴേക്കും അവന് വിശക്കാൻ തുടങ്ങി. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? വൈകുന്നേരം, ഈവനിങ്. വിശക്കുക എന്ന് വെച്ചാൽ എന്താ? ഹംഗ്രി. അപ്പം ഇവിടെ തുടങ്ങുക എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട്. തുടങ്ങി എന്നായതുകൊണ്ട് സ്റ്റാർട്ടിനെ നമുക്ക് പാസ്റ്റ് ഫോമായിട്ട് എഴുതാം. അപ്പം ഇവിടെ നമുക്ക് എങ്ങനെ എഴുതേണ്ടത് നോക്കാം. വൈകുന്നേരമായപ്പോഴേക്കും അവന് വിശക്കാൻ തുടങ്ങി. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അപ്പം നമുക്കിത് പല രീതിയിൽ എഴുതാം. അപ്പം ഞാനിവിടെ എഴുതാൻ പോണത് ഒരു സിമ്പിൾ സെൻറ്റൻസ് ആണ് എഴുതാൻ പോണത്. അപ്പം നോക്കിക്കോ. ഹീ, അപ്പം ഇവിടെ ഞാൻ നിങ്ങൾക്കറിയാലോ ബിക്കം. അപ്പം ബിക്കമിനെ ഞാൻ പാസ്റ്റ് ഫോമാക്കി ബിക്കെയിം എഴുതുവാണ്. ഹീ ബിക്കെയിം. കാര്യം ഇതൊരു പാസ്റ്റ് ടെൻസ് ആണ്. ഓൾറെഡി വിശപ്പ് തുടങ്ങിക്കഴിഞ്ഞു. ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ ഹീ ബിക്കെയിം. അപ്പോൾ ബിക്കമിൻ്റെ പാസ്റ്റ് ഫോമാണ് ബിക്കെയിം. ഹീ ബിക്കെയിം ഹംഗ്രി. ഹീ ബിക്കെയിം ഹംഗ്രി ഇൻ ദ ഈവനിങ്. അപ്പോൾ നമുക്ക് വേറൊരു സെൻറ്റൻസിലും കൂടെ നമുക്ക് എഴുതി നോക്കാം ഇവിടെ. കാര്യം ഇവിടെ നിങ്ങൾ വിചാരിക്കും വൈകുന്നേരം ആയപ്പോഴേക്കും അവന് വിശക്കാൻ തുടങ്ങി. അപ്പോൾ തുടങ്ങുക എന്ന് വെച്ചാൽ സ്റ്റാർട്ടാണല്ലോ, പിന്നെ എന്താ നമ്മൾ എങ്ങനെ എഴുതുന്നതൊക്കെ ചിലർക്ക് ഡൗട്ട് കാണും. അപ്പോൾ ഞാൻ പറയുകയാണ്, നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് യൂസ് ചെയ്തിട്ട് എഴുതാമെന്ന് നമുക്ക് നോക്കാം. അപ്പം അല്ലെങ്കിൽ ഞാൻ അതും കൂടി ഇവിടെ എഴുതാം. അപ്പം ഇവിടെ ഇങ്ങനെ ഹീ ബിക്കെയിം ഹംഗ്രി ഇൻ ദ ഈവനിങ് ആണ് നമ്മൾ ഒരു സെൻറ്റൻസിൽ ഇങ്ങനെ എഴുതി. പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, ബൈ ഈവനിങ്. വൈകുന്നേരമായപ്പോഴേക്കും എന്നുള്ളതിന് നമുക്ക് ബൈ ഈവനിങ് എഴുതാം. ബൈ ഈവനിങ് ഹീ. അപ്പം തുടങ്ങുക, സ്റ്റാർട്ട്. അപ്പം ഇവിടെ ഞാൻ സ്റ്റാർട്ട് എഴുതി. ഇപ്പോൾ സ്റ്റാർട്ടിൻ്റെ പാസ്റ്റ് ഫോമാണ് എഴുതാൻ പോണത്. കാര്യം എന്താ? ഓൾറെഡി വിശപ്പ് തുടങ്ങി കഴിഞ്ഞു. അപ്പം ഹീ സ്റ്റാർട്ടഡ്. ബൈ ഈവനിങ് ഹീ സ്റ്റാർട്ടഡ്. എന്താണ് എഴുതാൻ പോണത്? വിശപ്പ്. ബൈ ഈവനിങ് ഹീ സ്റ്റാർട്ടഡ് ഫീലിംഗ് ഹംഗ്രി. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എഴുതാം. ഞാനിത് രണ്ട് രീതിയിലും എഴുതാൻ കാരണം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പം എനിക്ക് ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയൊരു സെൻറ്റൻസാണ് ഹീ ബിക്കെയിം ഹംഗ്രി ഇൻ ദ ഈവനിങ്. കാര്യം ബൈ ഈവനിങ് ഹീ സ്റ്റാർട്ടഡ് ഫീലിംഗ് ഹംഗ്രി. ഇങ്ങനെ നമുക്ക് എഴുതാം. ഇത് രണ്ടും മാത്രമല്ല, നമുക്ക് കുറേ രീതികൾ എഴുതാം. പക്ഷെ ഞാനിത് രണ്ടേ ഇവിടെ ജസ്റ്റ് ഒന്ന് എഴുതിയുള്ളൂ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എഴുതാണ്. അപ്പം എങ്ങനെയാണ്? വൈകുന്നേരം ആയപ്പോഴേക്കും അവന് വിശക്കാൻ തുടങ്ങി. ഹീ ബിക്കെയിം ഹംഗ്രി ഇൻ ദ ഈവനിങ്. അപ്പം ഇവിടെയാണെങ്കിൽ ബൈ ഈവനിങ് എന്നുള്ള വൈകുന്നേരം ആയപ്പോഴേക്കും തുടങ്ങുക, സ്റ്റാർട്ട്. അപ്പം തുടങ്ങി എന്നാണ് സ്റ്റാർട്ടഡ് ആക്കി ഇവിടെ. പിന്നെന്താ? വിശപ്പ്. ഫീലിംഗ് ഹംഗ്രി. വിശപ്പ് തോന്നുന്നു. അപ്പം എങ്ങനെയായിരുന്നു നമുക്ക് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, അവൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി മസാല ദോശ കഴിച്ചു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? അപ്പം ഇതും ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പോൾ എങ്ങനെ എഴുതാം? അവൻ ഒരു റെസ്റ്റോറൻറ്റ് എന്നുള്ളത് നമുക്ക് റെസ്റ്റോറൻറ്റ് എഴുതാം. പോവുക എന്ന് വെച്ചാൽ എന്താ? ഗോ. അപ്പോൾ ഗോയുടെ പാസ്റ്റ് ഫോം നമുക്കിവിടെ എഴുതാം. പിന്നെന്താ? കഴിക്കുക എന്ന് വെച്ചാൽ എന്താ? ഈറ്റ്. അപ്പം ഈറ്റിൻ്റെ പാസ്റ്റ് ഫോം നമുക്കിതിൽ എഴുതാം. അപ്പം എങ്ങനെ എഴുതാം? അവനൊരു റെസ്റ്റോറൻറ്റിൽ പോയി മസാല ദോശ കഴിച്ചു. നമുക്ക് എഴുതാം ഹീ. അപ്പം ഇവിടെ ഞാൻ എഴുതാം ജസ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഗോ. അപ്പോൾ പോവുക എന്ന് വെച്ചാൽ ഗോയാണ്. അപ്പോൾ ഗോയുടെ 3 ഫോംസ് ഏതൊക്കെയാണ് നമുക്ക് എഴുതാം? ഗോ, വെൻറ്റ്, ഗോൺ. അപ്പം ഇവിടെ ഞാൻ ഏത് ഫോമാണ്, ഫസ്റ്റാണോ സെക്കൻഡാണോ തേർഡ് ഫോമാണോ ഇവിടെ എഴുതി നമുക്ക് നോക്കാം. പിന്നെ അതുകൂടാതെ ഇത് ബ്രാക്കറ്റിൽ എഴുതാം. പിന്നെ അതുകൂടാതെ നമ്മളിവിടെ എന്താ എഴുതാൻ പോണത്? ഈറ്റ്. അപ്പോൾ ഈറ്റിൻ്റെ 3 ഫോംസും കൂടെ എഴുതിയേക്കാം. ഈറ്റ്, ഏറ്റ്, ഈറ്റൻ. ഈറ്റൻ ആണ് 3 ഫോംസ്. അപ്പം ഇതും ബ്രാക്കറ്റ് എഴുതി. അപ്പോൾ ഇവിടെ ഞാൻ ഇനി ഇത് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മളിത് എഴുതുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം അവനൊരു റെസ്റ്റോറൻറ്റിൽ പോയി മസാല ദോശ കഴിച്ചു. അപ്പം എങ്ങനെ എഴുതാം? അപ്പോൾ ഇവിടെ ഞാൻ എഴുതാൻ പോണത്
ഗോ വെൻറ്റ് ഗോൺ ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മൾ എഴുതാൻ പോണത്? ഗോ ഞാൻ കട്ട് ചെയ്തു, ഗോണും കട്ട് ചെയ്തു. അപ്പോൾ സെക്കൻഡ് ഫോമാണ് ഇവിടെ എഴുതുന്നത്, വെൻറ്റ്. അപ്പം ഗോയുടെ സെക്കൻഡ് ഫോം. അപ്പം ഗോ അല്ല വെൻറ്റ്, കാര്യം ഓൾറെഡി പോയി കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ സെക്കൻഡ് ഫോം ഹി വെൻറ്റ് എഴുതി ഞാൻ. അപ്പം പിന്നെ എങ്ങനെയാണ് ഹി വെൻറ്റ് എവിടെയാണ് പോയത്? ഹി വെൻറ്റ് ടു എ ഒരു റെസ്റ്റോറൻറ്റിൽ. അപ്പം നമുക്ക് ഹി വെൻറ്റ് ടു എ റെസ്റ്റോറൻറ്റ് നമുക്ക് എഴുതാം. പിന്നെന്തായാലും എഴുതാൻ പോണത്? അപ്പം RESTAURENT ആണ്. അപ്പം ജസ്റ്റ് ഇവിടെ ക്ലിയർ ആയിട്ട് എഴുതാം, റെസ്റ്റോറൻറ്റ്. അപ്പം പിന്നെന്താ? ഹി വെൻറ്റ് ടു എ റെസ്റ്റോറൻറ്റ്. പിന്നെന്താ ചെയ്തത്? ആൻഡ് കഴിക്കുക നമ്മളിവിടെ ഓൾറെഡി എഴുതി. കഴിക്കുകയ്ക്ക് 3 ഫോംസ് ഉണ്ട്. കഴിക്കുക എന്ന് വെച്ചാൽ ഈറ്റ് ആണ്. അപ്പം ഈറ്റ്, ഏറ്റ്, ഈറ്റൻ. അപ്പം നമ്മളിതിൽ ഏത് ഫോമാണ് എഴുതാൻ പോകുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ഈറ്റ് കട്ട് ചെയ്യാം. ഈറ്റ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് ഫോമാണ്. ഈറ്റൻ കട്ട് ചെയ്യാം. നമ്മൾ സെക്കൻഡ് ഫോമായ ഏറ്റ് ആണ് എഴുതാൻ പോകുന്നത്. അപ്പം എങ്ങനെയാണ്? ഹി വെൻറ്റ് ടു എ റെസ്റ്റോറൻറ്റ് ആൻഡ് ഏറ്റ്. എന്താണ് കഴിച്ചത്? മസാല ദോശ. അപ്പം നമുക്കൊന്നും കൂടെ പറയാം. ഹി വെൻറ്റ് ടു എ റെസ്റ്റോറൻറ്റ് ആൻഡ് ഏറ്റ് മസാല ദോശ. അവൻ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി മസാല ദോശ കഴിച്ചു. അപ്പം നമുക്കിവിടെ ക്ലിയർ ആയിട്ട് നമുക്ക് കാണാം. അപ്പം പോവുക എന്ന് വെച്ചാൽ ഗോ ആണ്, കഴിക്കുക എന്ന് വെച്ചാൽ ഈറ്റ് ആണ്. അപ്പം ഗോയുടെ 3 ഫോംസ് എന്തൊക്കെയാണ്? ഗോ, വെൻറ്റ്, ഗോൺ. ഈറ്റിൻ്റെ 3 ഫോംസ് ഈറ്റ്, ഏറ്റ്, ഈറ്റൻ. അപ്പം നമുക്കിത് രണ്ടിലും സെക്കൻഡ് ഫോമാണ് നമ്മളിവിടെ എഴുതിയത്. ഹി വെൻറ്റും ഏറ്റും സെക്കൻഡ് ഫോമാണ് രണ്ടും ഇവിടെ എഴുതിയത് നമ്മൾ. അപ്പം നമുക്ക് എന്ത് വെച്ചാൽ നിങ്ങളുടെ പറയാം? ഹി വെൻറ്റ് ടു എ റെസ്റ്റോറൻറ്റ് ആൻഡ് ഏറ്റ് മസാല ദോശ. ഹി വെൻറ്റ് ടു എ റെസ്റ്റോറൻറ്റ് ആൻഡ് ഏറ്റ് മസാല ദോശ. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, അവൻ കഴിച്ച് തീർന്നപ്പോൾ രാത്രി ആയായിരുന്നു. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഇപ്പം കഴിക്കുക എന്ന് വെച്ചാൽ എന്താ? ഈറ്റ്. അപ്പം തീർന്നപ്പോൾ, തീരുക എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ ഫിനിഷ് എന്ന് പറയാം. അപ്പം രാത്രി ആയായിരുന്നു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. അവൻ കഴിച്ച് തീർന്നപ്പോൾ രാത്രി ആയായിരുന്നു. അപ്പം നമുക്ക് എഴുതാം ഇറ്റ് വാസ്. നമ്മൾ ആയായിരുന്നു അല്ലെങ്കിൽ ആയിരുന്നു എന്നുള്ളതിന് നമുക്കിവിടെ വാസ് യൂസ് ചെയ്തു. ഇറ്റ് വാസ് നൈറ്റ് വെൻ ഹി ഫിനിഷ്ഡ്. ഇത് എഫ് ആണ്, FINISHED. വെൻ ഹി ഫിനിഷ്ഡ്. എന്ത് ഫിനിഷ് ചെയ്തപ്പോഴാണ്? വെൻ ഹി ഫിനിഷ്ഡ് ഈറ്റിംഗ്. അപ്പം നമ്മളെങ്ങനെ എഴുതിയത്? ഇറ്റ് വാസ് നൈറ്റ് വെൻ ഹി ഫിനിഷ്ഡ് ഈറ്റിംഗ്. അവൻ കഴിച്ച് തീർന്നപ്പോൾ രാത്രി ആയായിരുന്നു. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? ഇറ്റ് വാസ് നൈറ്റ് വെൻ ഹി ഫിനിഷ്ഡ് ഈറ്റിംഗ്. അപ്പം ഇവിടെ ഈ ഒരു സെൻറ്റൻസ് നമുക്ക് കേട്ടപ്പോഴേ മനസ്സിലായി ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. അവൻ കഴിച്ച് തീർന്നപ്പോൾ രാത്രി ആയായിരുന്നു. ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. അപ്പം നമ്മൾ ആദ്യം സെൻറ്റൻസ് നോക്കുക, ഇത് ഏത് സെൻറ്റൻസ് ആണ്. അപ്പം നമുക്ക് ആ ഒരു രീതിയിൽ നമുക്ക് സ്ട്രക്ചറായിട്ട് നോക്കി സ്ട്രക്ചർ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എഴുതാൻ എളുപ്പമാണ്. അപ്പം നമ്മളിവിടെ എന്താ? ആയായിരുന്നു, അല്ലെങ്കിൽ അവൻ കഴിച്ച് തീർന്നപ്പോൾ രാത്രി ആയിരുന്നു. അപ്പം ഇങ്ങനെയുള്ളത് നമ്മൾ വാസ് യൂസ് ചെയ്താണ് ഇവിടെ എഴുതിയത്. ഇറ്റ് വാസ് നൈറ്റ് വെൻ ഹി ഫിനിഷ്ഡ് ഈറ്റിംഗ്. അപ്പം ഇറ്റ് വാസ് നൈറ്റ് വെൻ ഹി ഫിനിഷ്ഡ് ഈറ്റിംഗ്. പിന്നെ ഫിനിഷിൻ്റെ കൂടെ ഫിനിഷിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കാൻ വേണ്ടിയിട്ട് ഫിനിഷ്ഡ് ആക്കി, ഫിനിഷ്ഡ്. ഇറ്റ് വാസ് നൈറ്റ് വെൻ ഹി ഫിനിഷ്ഡ് ഈറ്റിംഗ്. അപ്പം നമുക്കിനി നെക്സ്റ്റ് പോയിൻ്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, രാത്രി ആയതിനാൽ അവൻ വീണ്ടും വേഗത്തിൽ ഒരു ടാക്സിയിൽ കയറി. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. വീണ്ടും എന്ന് വെച്ചാൽ എന്താ? എഗെയിൻ. പിന്നെ വേഗം എന്ന് വെച്ചാൽ നമുക്കിവിടെ ക്വിക്ക്ലി എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. രാത്രി ആയതിനാൽ അവൻ വീണ്ടും വേഗത്തിൽ ഒരു ടാക്സിയിൽ കയറി. അപ്പോൾ നമുക്ക് എഴുതാം ഇറ്റ് വാസ് നൈറ്റ്. നമ്മളെന്താ യൂസ് ചെയ്ത്? നമ്മളിവിടെ വാസ് യൂസ് ചെയ്തു. കാര്യം എന്താ? കാര്യം ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്. ഇറ്റ് വാസ് നൈറ്റ് സോ ഹി ക്വിക്ക്ലി. ഇറ്റ് വാസ് നൈറ്റ് സോ ഹി ക്വിക്ക്ലി എന്താണ് ചെയ്തത്? ഗോട്ട് ഇൻ ടു എ ടാക്സി എഗെയിൻ. വീണ്ടും. അപ്പോൾ എങ്ങനെ നമ്മൾ എഴുതി? ഇറ്റ് വാസ് നൈറ്റ് സോ ഹി ക്വിക്ക്ലി ഗോട്ട് ഇൻ ടു എ ടാക്സി എഗെയിൻ. രാത്രി ആയതിനാൽ അവൻ വീണ്ടും വേഗത്തിൽ ഒരു ടാക്സിയിൽ കയറി. അപ്പോൾ ഇതൊരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്, നമുക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ എന്ത് ചേഞ്ചൊക്കെയാണ് നമ്മൾ വരുത്തിയത്? ഫസ്റ്റ് നമ്മൾ ചേഞ്ച് എടുത്ത് നമ്മൾ വാസ് എഴുതി. കാര്യം എന്താ? ഒരു പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണ്. സബ്ജക്റ്റ് നോക്കുക. സബ്ജക്റ്റ് ഇറ്റാണ്. ഹീ ഷീ ഇറ്റ് വരുമ്പോൾ നമുക്ക് എന്ത് എഴുതാം? നമുക്ക് ഹീ ഷീ ഇറ്റ് എന്ന് പറഞ്ഞാൽ സിംഗുലാർ സബ്ജക്റ്റ് ആണ്. അപ്പോൾ എപ്പോഴും സിംഗുലാർ സബ്ജക്റ്റിൻ്റെ കൂടെ നമുക്ക് വാസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ.
വേർ നമുക്ക് എവിടെ യൂസ് ചെയ്യാം? പ്ലൂറൽ സബ്ജക്റ്റിൻ്റെ കൂടെ. അപ്പോൾ അത് ഓർത്ത് വെച്ചേക്കുക. പിന്നെ നമ്മൾ ചേഞ്ച് വരുത്തിയത് എന്താ? പിന്നെ നമ്മൾ സോ ഹി ക്യുക്ലി എന്ന് വെച്ചാൽ എന്താ? പെട്ടെന്ന്. ക്യുക്ലി കഴിഞ്ഞിട്ടുള്ളത് നമ്മൾ ഇതൊരു പ്രസൻറ്റ് ഫോം ആണെങ്കിൽ നമുക്ക് പറയാം ഗെറ്റ് ഇൻ ടു എ ടാക്സി. ഇതൊരു പാസ്റ്റ് ഫോമാണ്. കഴിഞ്ഞു പോയ കാര്യമായതുകൊണ്ട് നമ്മൾ ഗെറ്റിനെ പാസ്റ്റ് ഫോമാക്കി ഗോട്ട് ആക്കിയത്. ഗോട്ട് ഇൻ ടു എ ടാക്സി എഗെയിൻ, വീണ്ടും. നമുക്ക് ഒന്നും കൂടെ പറയാം, ഇറ്റ് വാസ് എ നൈറ്റ് സോ ഹി ക്വിക്ലി ഗോട്ട് ഇൻ ടു എ ടാക്സി എഗെയിൻ. രാത്രി ആയതിനാൽ അവൻ വീണ്ടും വേഗത്തിലൊരു ടാക്സിയിൽ കയറി. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. ഇത് നമ്മുടെ ലാസ്റ്റ് പോയിൻ്റാണ്. ടാക്സി ഡ്രൈവർ ചിരിച്ചുകൊണ്ട് അവനോട് ചോദിച്ചു, എനിക്കിഷ്ടമുള്ളിടത്ത് കൊണ്ടുവിട്ടാൽ മതിയോ? അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ഇതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പം ടാക്സി ഡ്രൈവർ, ദ ടാക്സി ഡ്രൈവർ. അപ്പം ചിരിക്കുക എന്ന് വെച്ചാൽ നമുക്ക് പറയാം സ്മൈൽ എന്ന് പറയാം, ലാഫ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ചിരിച്ചു എന്നാണ് ഞാൻ സ്മൈലിനെ പാസ്റ്റ് ഫോം ആക്കി, സ്മൈൽഡ്. ദ ടാക്സി ഡ്രൈവർ സ്മൈൽഡ് ആൻഡ്. അപ്പം ചോദിക്കുക എന്ന് വെച്ചാൽ എന്താ? ആസ്ക്. അപ്പം ഇവിടെ ചോദിച്ചു എന്നാണ് ഞാൻ ആസ്കിനെയും പാസ്റ്റ് ഫോം ആക്കി, ആസ്ക്ഡ്. ദ ടാക്സി ഡ്രൈവർ സ്മൈൽഡ് ആൻഡ് ആസ്ക്ഡ് ഹിം, അവനോട്. എന്താണ് ചോദിച്ചത്? ജസ്റ്റ് ഒരു കോമ ഇട്ടിട്ട് ഇൻവേർട്ടഡ് കോമയിൽ എഴുതാം. Shall I drop you at the place I like? അപ്പോൾ ഈ സെൻറ്റൻസ് നമ്മൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തിയത്? സ്മൈലിനെ നമ്മൾ പാസ്റ്റ് ഫോം ആക്കി, സ്മൈൽഡ് ആക്കി. പിന്നെ ആസ്കിനെ പാസ്റ്റ് ഫോം ആക്കി, ആസ്ക്ഡ് ആക്കി. പിന്നെന്താ? പിന്നെ നമ്മൾ ചോദിക്കുന്നതാണ് ഷാൾ ഐ ഡ്രോപ്പ് യു അറ്റ് ദ പ്ലേസ് ഐ ലൈക്ക്? ദ ടാക്സി ഡ്രൈവർ സ്മൈൽഡ് ആൻഡ് ആസ്ക്ഡ് ഹിം, ഷാൾ ഐ ഡ്രോപ്പ് യു അറ്റ് ദ പ്ലേസ് ഐ ലൈക്ക്? അപ്പം ഇതായിരുന്നു നമ്മുടെ സ്റ്റോറിയുടെ ലാസ്റ്റ് പോയിൻറ്റ്. അപ്പം നമുക്കിനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. വീണ്ടും അടുത്ത ഒരു ക്ലാസ്സുമായിട്ട്. ബൈ ഫ്രണ്ട്സ്.